ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 20ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാങ്ഷി ജിയാങ്ങിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഷിയ അവളെ കണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ച് എഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങിയെങ്കിലും ജിയാങ് അവളുടെ അടുത്തേക്ക് പോകാതെ സാങ്ഷിക്ക് പുറകെ ചെന്ന് അവളോട് സംസാരിക്കുന്നു. അവൻ്റെ അച്ഛൻ വർഷങ്ങളായി കോമയിലാണെന്ന് നിനക്കറിയാമോ? ആശുപത്രിയിൽ മാത്രം ഒരു വർഷം എത്ര വലിയ തുകയാണ് എന്നറിയാമോ? ഒരു പെൺകുട്ടിക്കും പാഴാക്കി കളയാൻ അത്രയ്ക്ക് സമയവും പണവും ഒന്നുമില്ല എന്നൊക്കെ ജിയാങ് പറഞ്ഞപ്പോൾ അവന് വേണ്ടി കളയാൻ എനിക്ക് സമയവും പണവും ഉണ്ട് എന്ന് സാങ്ഷി പറയുന്നു. അവൻ്റെ അച്ഛൻ ഒരാളെ കൊന്നതാണെന്ന് നിനക്കറിയാമോ എന്ന് ജിയാങ് ചോദിച്ചപ്പോൾ അതിന് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. നിനക്കതൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷെ നിന്റെ പേരൻസ് അങ്ങനെ ഒരു റിലേഷന് സമ്മതിക്കുമോ? അവർ തീർച്ചയായും അത് മൈൻഡ് ചെയ്യുമെന്ന് അവൾ വീണ്ടും പറയുന്നു. അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സാങ്ഷി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണ്. പക്ഷെ ജിയാങ് അവളെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ അച്ഛൻ കൊന്നത് എൻ്റെ അച്ഛനെയാണ്. നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ വണ്ടി ഇടിച്ചിട്ട് ഓടിപ്പോയതാണ്. പോലീസിൽ കീഴടങ്ങേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. എന്നിട്ട് അയാൾ മരിച്ചില്ലല്ലോ. എൻ്റെ അച്ഛനാണ് മരിച്ചത്. ഞാനാണ് ആ ദുഃഖം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നതൊക്കെ ജിയാങ് പറയുന്നു. നിനക്ക് സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇതിൽ ജാഷു എന്ത് തെറ്റാണ് ചെയ്തത്? നിയമപരമായുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ തയ്യാറായില്ലേ? കോടതി പറഞ്ഞ നഷ്ടപരിഹാരം അവൻ തന്നു കഴിഞ്ഞില്ലേ? നിന്നെപ്പോലെ തന്നെ അവനും നിരപരാധിയല്ലേ? അവനെ വേദനിപ്പിക്കാനുള്ള ഒരു റീസണായി നീ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷി അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് അവൾക്കെതിരെ 2-3 പേർ വരുന്നുണ്ട്. മനസ്സുവല്ലാതെ ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ സാക്ഷി നദീതീരത്ത് ചെന്നിരുന്ന് ബിയർ കഴിച്ചുകൊണ്ട് ജിയാങ് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ജാഷു എത്തിയത്. അവൾ പതിവില്ലാതെ ബിയർ കഴിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നു. തണുത്ത കാറ്റുള്ളത് കൊണ്ട് കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ടാണ് അവൻ അവിടെ ഇരുന്നത്. അവൾക്ക് കഴിക്കാനായി ഭംഗിയുള്ള ഒരു ബണ്ണും വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചോദിച്ചിട്ട് ഒന്നുമില്ല എന്നാണ് അവൾ പറഞ്ഞത്. ജിയാങ്ങിനെ കണ്ട കാര്യം അവൾ പറയുന്നില്ല. ബൺ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ATM കാർഡ് എടുത്ത് അവന് നൽകുന്നു. നിനക്കൊരു ബൺ വാങ്ങിക്കൊണ്ട് വന്നാൽ എന്തിനാണ് കാർഡ് നൽകുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അതിലിപ്പോൾ എത്ര രൂപയുണ്ട്? ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ എത്ര രൂപ കൂടി കിട്ടും എന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് അത് അവനെ എടുത്തോളാൻ പറയുന്നു. പെട്ടെന്ന് എന്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒന്നും മനസ്സിലാകാതെ അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് നിന്നോട് പറയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നവൾ പറയുന്നു. എന്താണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവന് അപ്പോഴും മനസ്സിലാകുന്നില്ല. അവൻ പോക്കറ്റിൽ പേഴ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ എൻ്റെ കാർഡുണ്ട്, അതിൻ്റെ പാസ്വേഡ് നിൻ്റെ ബർത്ത്ഡേ ആണ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ച് ഭംഗിയുള്ള കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചോ, എന്തായാലും ഈ കാർഡ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കാർഡ് എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു. അവളുടെ മൂഡ് ഓഫിൻ്റെ കാരണം അറിയില്ലെങ്കിലും അവൻ തമാശയൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പേഴ്സ് അവൾ തിരിച്ച് അവനെ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് തിരിച്ചു തന്നു എന്ന് കരുതി ഞാൻ കാർഡ് തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അത് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അവൾ പറയുന്നു. ഈ പ്രായത്തിൽ എനിക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നതല്ല എന്നവൻ തമാശയെ പറയുന്നു. ഞാനത് തന്നു എന്ന് കരുതി ക്യാഷ് വെറുതെ ചിലവാക്കരുത്. നീ ക്യാഷ് സേവ് ചെയ്ത് വെക്കണം, എന്നാലേ നിനക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ വീടിൻ്റെ വിലയൊക്കെ ഞാൻ കാര്യമായി അന്വേഷിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ അടുത്തൊരു 50 വർഷം സേവ് ചെയ്യാൻ മാത്രമേ നിനക്കൊരു വലിയ വീട് വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നു. അവൾ ഇത്ര സീരിയസ് ആയി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് എന്നത് അവനെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ ക്യാഷും കാർഡും ഒക്കെ എടുത്ത് അവളുടെ ബാഗിൽ വെക്കുന്നു. ഞാൻ പെട്ടെന്നാണ് ക്യാഷ് ചിലവാക്കുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കുന്നതിനേക്കാൾ സ്പീഡിൽ നീ ചിലവാക്കില്ലല്ലോ എന്നവൻ പറയുന്നുണ്ട്. അവസാനം അത് സൂക്ഷിച്ചോളാം എന്നവൾ സമ്മതിക്കുന്നു. എന്നാൽ ഈ ക്യാഷിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പറഞ്ഞാൽ ഉടൻ തിരിച്ചു തരാം എന്നവൾ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം എന്നവൻ പറഞ്ഞെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ തോളിലേക്ക് ചാരിക്കിടന്നല്ലാതെ ജിയാങ്ങിനെ കണ്ടതോ സംസാരിച്ചൊന്നും അവൾ പറയുന്നില്ല. അടുത്ത ദിവസം സാങ്ഷിക്ക് ഓഫീസിൽ നല്ല തിരക്ക് തന്നെയായിരുന്നു. അവൾക്ക് ഫുഡ് കഴിക്കണമെന്ന് സമയം കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് അന്ന് അവൻ അവൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. കഴിക്കാൻ പോയ വെന്നാണ് അത് അവളുടെ അടുത്തെത്തിച്ചത്. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം അവളത് തിരികെ കൊടുക്കാൻ തുടങ്ങിയെങ്കിലും ഫോൺ നമ്പർ കണ്ടപ്പോഴാണ് ജാഷു തനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണെന്ന് മനസ്സിലായത്. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്വീറ്റ്സും അതിലുണ്ടായിരുന്നു. അന്ന് വൈകിട്ടും അവൻ അവളെ പിക്ക് ചെയ്യാനെത്തുന്നു. ലേറ്റായിട്ടാണ് അന്നും അവൾ ഇറങ്ങിയത്. ഇനി ഇതുപോലെ ലേറ്റായി വരേണ്ടി വരുന്ന ദിവസം എന്നെ വിളിച്ച് പറയണം. വെക്കേഷൻ ആയതുകൊണ്ട് കോളേജിനടുത്തൊന്നും അധികം ആളുകളില്ല, അതുകൊണ്ട് തനിച്ച് വരുന്ന അപകടമാണ് എന്നൊക്കെ ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ അവൻ പറയുന്നു. നീ നിന്റെ ജോലി കൊണ്ട് തന്നെ ആകെ ടയർഡാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂടി ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അവൾ ചോദിച്ചപ്പോൾ എങ്കിൽ ഇന്റേൺഷിപ്പ് കഴിയുന്നവരെ എൻ്റെ സ്ഥലത്തേക്ക് താമസം മാറിയാലോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് മറുപടി നൽകുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ എവിടെ എത്തി, റൂമിലെത്തി കഴിയുമ്പോൾ വീഡിയോ കോൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ദിവസവും വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. സാരമില്ല, ഞാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ, ഡെയിലി വന്ന് നിന്നെ കൊണ്ടുവിട്ടാളാം എന്നവൻ പറയുന്നു. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ് അവൻ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. സംസാരിക്കുന്നിടയിൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയും ചെയ്യുന്നു. നീ ഹോസ്റ്റലിൽ എത്തിയെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എത്താറായി എന്നവൾ പറഞ്ഞപ്പോൾ ക്യാമ്പസിലൂടെ ഒരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന പെൺകുട്ടി നീയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ അവിടെ എവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ച് ചുറ്റും നോക്കിയപ്പോഴേക്കും ഞാൻ അവരുടെ മുന്നിലേക്ക് വരുന്നു. അവനോട് അങ്ങോട്ടേക്ക് വിവരങ്ങൾ പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ്റെ മുന്നിൽ ചെന്ന് പെടേണ്ടി വന്നതുകൊണ്ട് രണ്ടുപേരും ആകെ വല്ലാതെയാകുന്നുണ്ട്. ഞാൻ അവരെ അങ്ങനെ കണ്ടപ്പോൾ ആകെ ചീറ്റ് ചെയ്യപ്പെട്ട പോലെയാണ് തോന്നിയത്. അതിൻ്റെ വിഷമത്തോടെയാണ് അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചത്. നിന്റെ PG ഫ്രണ്ട് കാണാൻ എന്താണ് ജാഷുവിനെ പോലെ ഇരിക്കുന്നതെന്ന് അവൻ വിഷമത്തോടെ ചോദിക്കുന്നു. സാക്ഷി എന്ത് മറുപടി നൽകണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. രണ്ടുപേരും കൂടി കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞാൻ നോക്കുന്നത് കൊണ്ട് അവൾ പിടിവിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് നീ എന്താണ് വരുന്ന വിവരം എന്നോട് പറയാതിരുന്നത്, ഞാൻ നിന്നെ വിളിക്കാൻ വരുമായിരുന്നല്ലോ എന്നൊക്കെ ചമ്മൽ മറിക്കാനായി ചോദിക്കുന്നു. പക്ഷേ ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെയാണ്. ഇവനൊരു കോമൺ ഫേസ് ആണ്, കാണാൻ ജാഷുവിനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ അവൾ വെറുതെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നെ വെറും പൊട്ടനെയാണോ നീ കരുതിയിരിക്കുന്നത്?
ഞാൻ നിനക്ക് 3-4 ഓപ്ഷൻ തരാം. നീ എന്തിനാണ് അവൻ്റെ കയ്യിൽ പിടിച്ചത്? അവന് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ടാണോ, അതോ നടക്കാൻ വയ്യാത്തത് കൊണ്ടാണോ, അതോ കുടിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിക്കുന്നു. കുടിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ കൂടെ ചെല്ലാൻ തയ്യാറാകാതെ ജാഷുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന ജാഷു അവളുടെ മുന്നിലേക്ക് കയറി നിന്നിട്ട്, നീ പറഞ്ഞതുപോലെ എനിക്കൊരു കോമൺ ഫേസ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് അവളോട് പറയുന്നു. അവൾ ഞാനോട് എന്താ പറയാനായി മുന്നോട്ട് വന്നെങ്കിലും അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് ഞാനാണ് പുറകെ നടന്ന് അവളെ പ്രേമിച്ചത് എന്നവനോട് പറയുന്നു. ഞാൻ മുഖത്ത് അടി കിട്ടിയ പോലെയാണ് തോന്നിയത്. ജാഷുവിനോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാനായി പോകുന്നു. സാക്ഷി ജാഷുവിൻ്റെ അടുത്ത് കൂടി നടക്കുന്നത് കണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ അവൻ അവളെ അടുത്തേക്ക് പിടിച്ച് നിർത്തുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ നിന്നോട് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചതല്ല, നിന്നോട് കാര്യം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് എടുത്ത് കാണിക്കാൻ തുടങ്ങുന്നു. PG സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നു. ആദ്യം അങ്ങനെ കള്ളം പറഞ്ഞു എന്നത് ശരിയാണ്, പക്ഷെ അത് നിങ്ങളിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളൊക്കെ മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കിടയിലെ ഏജ് ഗ്യാപ്പ് ഒരു പ്രശ്നമായി തോന്നരുതെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നത് എന്നൊക്കെ അവൾ പറയുന്നു. അവൻ പക്ഷേ ഇനി കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ നിന്റെ ഹോസ്റ്റലിലെത്താൻ ഇനി എത്ര നടക്കണം എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ ജാഷുവിൻ്റെ അടുത്തേക്ക് നീങ്ങി എന്ത് ചെയ്യുമെന്ന രീതിയിൽ നോക്കുന്നു. പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. താമസിക്കാൻ സ്ഥലം അറേഞ്ച് ചെയ്യട്ടെ എന്നൊക്കെ അവൾ ചോദിച്ചപ്പോഴും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടുന്നു. അവൻ്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി അവൾ പിന്നെയും പലതും പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയുമില്ല. അവളുടെ റൂമിൽ എടുത്തെത്താറായോ എന്ന് വേണ്ടി ചോദിക്കുന്നു. ആയെന്നറിഞ്ഞപ്പോൾ ബാഗ് നീട്ടിയിട്ട് അകത്തേക്ക് കയറി പോകാൻ പറയുന്നു. സാക്ഷി അത് വാങ്ങാതെ ആകെ ടെൻഷനായി നിൽക്കുന്നത് കണ്ട് ജാഷു അത് വാങ്ങി അവളെ ഏൽപ്പിച്ചിട്ട് ടെൻഷനാക്കണ്ട, റൂമിൽ ചെന്നിട്ട് അമ്മയെ വീഡിയോ കോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവളോട് അകത്തേക്ക് പോയിക്കോളാൻ പറയുന്നു. അവൾ പക്ഷേ പിന്നെയും ഒരു സമാധാനമില്ലാത്ത പോലെ നിനക്ക് ജാഷുവിനെ അറിയാത്തതൊന്നുമല്ലോ എന്നൊക്കെ ചോദിച്ച് ഞാനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ച് ഞാൻ പിന്നെയും ദേഷ്യപ്പെടുന്നു. ജാഷു ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവളെ അകത്തേക്ക് പറഞ്ഞയപ്പിക്കുന്നുണ്ട്. അവൾ പിന്നെയും ഓരോന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ദേഷ്യപ്പെടുന്നതിനാൽ അവൾ പോകുന്നു. ഞാൻ ജാഷുവിനോടൊന്നും മിണ്ടാതെ അവിടെ തിരിച്ചു നടക്കുന്നു. ജാഷു പുറകെ ചെല്ലുന്നുണ്ട്. അവർ പോകുന്നത് വളരെ ടെൻഷനോടെയാണ് സാക്ഷി നോക്കുന്നത്. ഞാൻ അവനെയും കൊണ്ട് അവളുടെ മുന്നിൽ നിന്നും കുറെ മുന്നോട്ട് ചെന്ന ആളുകളൊന്നുമില്ലാത്ത ഭാഗത്തെത്തിയപ്പോൾ നിനക്ക് തമാശയ്ക്ക് പ്രേമിക്കാൻ എൻ്റെ അനിയത്തിയെ കിട്ടുള്ളൂ എന്ന് ചോദിച്ച് അവനെ അടിക്കുന്നു. അത് പ്രതീക്ഷിക്കാതെ ആയിരുന്നു, അതുകൊണ്ട് അവൻ ശരിക്കും വേദനിക്കുന്നുണ്ട്. ഞാൻ തമാശയായിട്ടല്ല, സീരിയസ് ആയി തന്നെയാണ് എന്ന് ജാഷു പറഞ്ഞപ്പോൾ ഞാൻ അവനെ ചവിട്ടുന്നു. ജാഷു തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷേ വീണ്ടും എഴുന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് നിന്റെ ദേഷ്യം തീരുന്നവരെ തല്ലിക്കൊള്ളാൻ പറയുന്നു. ഞാൻ പിന്നെയും അവനെ അടിക്കുന്നുണ്ട്. ഇത്തവണ ജാഷുവിൽ ചുണ്ടൊക്കെ മുറിഞ്ഞ് ചോര വരുന്നു. ഇനിയും തല്ലിക്കൊള്ളാൻ പറഞ്ഞ് ജാഷു വീണ്ടും എഴുന്നേറ്റ് ചെന്നെങ്കിലും ഞാൻ മതിയാക്കിയിട്ട് അവിടെ മാറിയിരിക്കുന്നു. ജാഷുവും എൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ റിലേഷനിലായിട്ട് എത്ര നാളായി എന്ന് ഞാൻ ചോദിക്കുന്നു. 2.5 മാസമായി എന്ന് ജാഷു പറഞ്ഞപ്പോൾ നീ ഏത് പ്രായത്തിലുള്ള പെൺകുട്ടിയെ പ്രേമിച്ചാലും നിനക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എൻ്റെ അനിയത്തെക്കുറിച്ചാണ്. നിനക്കവളെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് അറിയാവുന്നതല്ലേ? അവൾ നിന്നെ ഒരു ഏട്ടനെ പോലെയല്ലേ കണ്ടിരിക്കുന്നത്? നിനക്ക് ഇതിന് എങ്ങനെ മനസ്സ് വന്നെന്ന് ഞാൻ വിഷമത്തോടെ ചോദിക്കുന്നു. ഞാൻ നിന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് മുമ്പ് പറഞ്ഞത് ഇതിനെക്കുറിച്ചായിരുന്നു. സോറി ബ്രോ എന്ന് ജാഷു പറഞ്ഞപ്പോൾ ആരാണ് നിന്റെ ബ്രോ? എന്നെ അങ്ങനെ വിളിക്കേണ്ടതെന്ന് അവൻ ദേഷ്യത്തിൽ പറയുന്നു. നിനക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിന്റെ ദേഷ്യം തീരുന്നവരെന്നെ തല്ലിക്കോളാൻ ജാഷു പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ച് ഞാൻ കുറച്ച് സമയം ഉണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്റെ മുഖമൊക്കെ പോയി ആദ്യം ക്ലീൻ ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മുന്നോട്ട് നടക്കുന്നു. അവൻ്റെ ദേഷ്യം കുറച്ച് തണുത്തൊന്ന് മനസ്സിലായി ജാഷു സന്തോഷത്തോടെ അവന് താങ്ക്സ് പറഞ്ഞ് സാക്ഷി വിളിക്കുന്ന പോലെ ചേട്ടാന്ന് വിളിച്ചോട് പുറകെ ചെല്ലുന്നു. സാക്ഷി ഒരു മനസ്സമാധാനം കിട്ടാതെ യാൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ ഉടൻ തന്നെ ജാഷുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആ സമയത്ത് യാൻ്റെ ഒപ്പം കാറിലായിരുന്നതിനാൽ അവനും അറ്റൻഡ് ചെയ്യുന്നില്ല. കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവൾ ഉടനെ തന്നെ മെസ്സേജ് അയക്കുന്നു. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല, ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് അവൻ റിപ്ലൈ നൽകുന്നു. സാക്ഷിയാണ് മെസ്സേജ് അയക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ഞാൻ നന്നായി ചിന്തിച്ചിട്ട് തന്നെയാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ നന്നായി നോക്കും, അക്കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ജാഷു എന്നോട് പറയുന്നു. നീ ശരിക്കും സീരിയസ് ആയി തന്നെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്. ആണ് എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ ഏത് സ്റ്റേജ് വരെയായി എന്ന് അവൻ ചോദിക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നതെന്ന് ജാഷു ചോദിക്കുന്നു. അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. നിനക്കിപ്പോൾ 26 വയസ്സായില്ലേ? കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ നിനക്ക് അങ്ങനെ മനസ്സ് വന്നതെന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ ഞാൻ ശരിക്കും സീരിയസ് ആണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. നിനക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ കുറെ കൂടി തല്ലിക്കൊള്ളാൻ ഞാൻ പറയുന്നു. ഞാൻ അവനെക്കുറിച്ച് ഇടിക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയിലാണ്, പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ജാഷു പറഞ്ഞപ്പോൾ അവൻ നിർത്തുന്നു. എന്തായാലും ഞാനിപ്പോൾ കുറച്ചൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ജാഷുവിൻ്റെ വീട്ടിലേക്കാണ് അവർ പോയത്. അകത്ത് ചെന്നപ്പോൾ എൻ്റെ സ്ലിപ്പേഴ്സ് ഇട്ടോളം ജാഷു അവനോട് പറഞ്ഞെങ്കിലും അവിടെ ഇരുന്ന സാക്ഷിയുടെ സ്ലിപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് ഷൂ ഇട്ടുകൊണ്ട് തന്നെയാണ് അവൻ അകത്തുകൂടി നടന്നത്. വേണമെങ്കിൽ പിന്നെ തറന്നു തച്ചാൽ മതിയെന്നും അവനോട് പറയുന്നു. അവൻ അവിടേക്കൊന്ന് നോക്കിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ ജാഷു തിരികെ വാങ്ങി വെച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കരുത്, അതൊക്കെ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നു. ഞാൻ ദേഷ്യം വന്നെങ്കിലും ഇതിലെന്താ സ്വർണ്ണമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡ്രിങ്ക്സ് മാത്രം എടുക്കുന്നു. സാക്ഷിക്കൊപ്പമുള്ള ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നീ ഇത് എന്നാണ് എടുത്തതെന്ന് ഞാൻ ചോദിക്കുന്നു. ജാഷു അതെടുത്ത് അവൻ്റെ മുന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് പോകുന്നു. സാക്ഷി കിടന്നിട്ടും ഉറങ്ങാതെ അവൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉറങ്ങിയെന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയച്ചപ്പോഴേക്കും അവൾ അവൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. മുഖത്തെ അടിയുടെ പാടുകൾ അവൾ കണ്ടാലെന്ന് വിചാരിച്ച് അവൻ വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഷർട്ടൊന്നും ഇടാതിരിക്കുകയാണെന്ന് മെസ്സേജ് ഇടുന്നു. അവൾ ഉടനെ തന്നെ ഓഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ തല്ലിയതിനെക്കുറിച്ചൊന്നും അവൻ പറയുന്നതേ ഇല്ല. അവരോട് സംസാരിച്ചു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം ഇവിടെ കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ എന്നവൾ ചോദിച്ചപ്പോൾ
നിന്റെ സേഫ്റ്റിയെക്കുറിച്ച് ടെൻഷൻ ആയതുകൊണ്ട് വന്നതാണ്. നീ നിന്റെ PG ബോയ് ഫ്രണ്ടിനൊപ്പം താമസിക്കുന്നതെന്നൊക്കെ അറിയാൻ വന്നതാണെന്ന് അവൻ പറയുന്നു. ഞാനെന്താ അത്രയ്ക്ക് ബോധമില്ലാത്തവളാണ് എന്നാണോ അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ സാക്ഷി പറയുന്നുണ്ട്. അടുത്ത ദിവസം രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അധികം സംസാരിക്കാതെ അവൻ ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ ആശ്വാസത്തോടെ കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് അവളെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അടിയുടെ പാട് അവൾ കാണാതിരിക്കാൻ വേണ്ടി ജാഷു മാസ്ക് വെച്ചിരുന്നു. പെട്ടെന്നൊരു കോൾഡ് പിടിച്ചു. അത് നിനക്കൂടി പകരണ്ടെന്ന് കരുതിയാണ് മാസ്ക് വെച്ചതെന്ന് അവൻ പറഞ്ഞെങ്കിലും സംശയം തോന്നി അവന് തടയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൾ മാസ്ക് എടുത്ത് മാറ്റുന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്നിടയിൽ ഞാനൊരു ഭിത്തിയിൽ ഇടിച്ചതാണ് എന്നവൻ പറഞ്ഞെങ്കിലും അത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അവൾ ഉടനെ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എവിടെയാണുള്ളതെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഒരു റെസ്റ്റോറൻറ്റിലാണ് അവൻ ഇരിക്കുന്നത് പോലും ചിന്തിക്കാതെ അവൾ അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് ഞാൻ ഓർമ്മിച്ചപ്പോൾ നീ എന്താണ് അവനെ തല്ലിയത്? ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും പോലീസിനെ വിളിച്ചേനെ എന്നൊക്കെ അവൾ ദേഷ്യത്തിൽ പറയുന്നു. ഞാൻ തല്ലിയതിൽ എന്താണ് കുഴപ്പം? നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാൻ പറഞ്ഞ് ഞാനും എതിർത്ത് നിൽക്കുകയാണ്. അതോടെ അവൾ ആകെ വിഷമിച്ച് കരയാൻ തുടങ്ങുന്നു. ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നീ എൻ്റെ ചേട്ടനില്ല എന്ന് കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ജാഷു അവളുടെ പുറകെ പോകുന്നുണ്ട്. ഞാൻ ആകെ വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാഷു അവൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നു. സാക്ഷി വാഷ്റൂമിലേക്ക് പോയി. അവൾ വന്നോളും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു. അവൾ ഇപ്പോൾ എനിക്ക് വേണ്ടി നിന്നോട് വഴക്കിടുന്ന കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു എന്നും അവൻ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാക്ഷി പതുക്കെ തിരികെ വന്ന് അവരുടെ അടുത്തിരിക്കുന്നു. പക്ഷേ ഞാൻ്റെ മുഖത്തേക്ക് നോക്കാതെ വലിയ ഗൗരവത്തിൽ മറ്റൊരു സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. നിനക്കിപ്പോൾ എത്ര വയസ്സായി? നീ ഇപ്പോഴും ഇങ്ങനെ എന്നോട് വഴക്കിടാൻ നിനക്ക് നാണമില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും നിന്നോടുള്ള റിലേഷൻ കട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വഴക്കിടാൻ തുടങ്ങുന്നു. ജാഷു ഇടപെട്ട് രണ്ടുപേരെയും ശാന്തരാക്കിയിരുത്തുന്നു. നിനക്കിങ്ങനെ ഇവരെ തല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു? നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? കാര്യങ്ങൾ സംസാരിച്ച് തീർത്തുകൂടെ എന്നൊക്കെ ചോദിച്ച് അവൾ വീണ്ടും ഞാനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൻ മാത്രമല്ല ഞാനും അവനെ തല്ലിയിരുന്നു, അവൻ്റെ മുഖത്തെ പാട് കണ്ടില്ലെന്ന് ജാഷു അവളോട് ചോദിക്കുന്നു. സാക്ഷി അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അത് നിനക്ക് ചിലപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി തല്ലേണ്ടി വന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല, അവൻ തല്ലിക്കോളാൻ പറഞ്ഞ് വെറുതെ നിന്നതെന്നാണെന്ന് ജാഷു പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ എന്താണ് അവനെ തല്ലിയതെന്ന് ചോദിച്ച് അവൾ അവനെ കുറ്റപ്പെടുന്നു. അവൾ തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും ദേഷ്യവും ഒക്കെ മറക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് സ്ഥലം കാണിക്കാനൊന്നും കൂടെ വരാൻ പറ്റില്ലായിരിക്കുമെന്ന് സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ വന്നതാണ്, നീ എനിക്ക് വേണ്ടി സമയം ചിലവാക്കേണ്ട കാര്യമില്ല, ഞാൻ അവൻ്റെ കൂടെ ചുറ്റി നടന്ന് കണ്ടോളാം എന്ന് ഞാൻ പറയുന്നു. കൂടെ വരുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കൂടി കൊണ്ടുവരുമെന്ന് ജാഷു പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ഞാൻ അവിടെ വന്ന ദിവസം രാത്രി ജാഷു കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ സാക്ഷിയുടെ സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നു. ഞാൻ ഇട്ടെന്ന് പറഞ്ഞ് എന്താണ് പ്രശ്നമെന്ന് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് അവൻ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ ചെരുപ്പെടുത്ത് തുടച്ച് തിരികെ വയ്ക്കുന്നു. അതിനുശേഷം അവൻ്റെ അടുത്ത് ചെന്നിരുന്നപ്പോഴാണ് എനിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്ത കാര്യം നീ അറിഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് അവിടെ തന്നെ തൊഴിച്ചത് എന്ന് ജാഷു ചോദിച്ചത്. ഞാൻ അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അവന് വിഷമം തോന്നിയെങ്കിലും ആ ഒരു ചവിട്ടുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു. തല്ലിയപ്പോൾ നിനക്ക് നോക്കി തല്ലാൻ പാടില്ലായിരുന്നു, നാളെ മുഖത്തെ പാട് കാണുമ്പോൾ ഞാൻ അവളോട് എന്ത് പറയുമെന്ന് ചോദിച്ചുകൊണ്ട് ജാഷു മുറിവിലേതോ മരുന്ന് വെക്കാൻ തുടങ്ങുന്നു. ഞാൻ അപ്പോഴാണ് അതും ആലോചിച്ചത്. ശരിയാണ്, ഇത് കണ്ടു കഴിയുമ്പോൾ അവൾ എന്തായാലും പ്രശ്നമുണ്ടാക്കും. ഒരു കാര്യം ചെയ്യുക, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ എന്നെ ഒന്ന് തല്ലിക്കോളാൻ ഞാൻ പറയുന്നു. എനിക്കതൊന്നും ശീലമില്ല, ഞാൻ ഇതുവരെയും ആരെയും തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞ് ജാഷു ഒഴിഞ്ഞു പറയെങ്കിലും ഞാൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ജാഷുവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഒരു ഇടി കൊടുക്കുന്നു. അത്ര സ്ട്രോങ് ആയി അവൻ ഇടിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊന്നും ശീലമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാഷു മരുന്ന് കിട്ടിയെങ്കിലും എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ജാടയിരുന്നു. ഞാൻ തന്നെ പുരട്ടിത്തരൻ ആണോ എന്ന് ജാഷു ചോദിച്ചപ്പോൾ സമ്മതമാണെന്ന രീതിയിൽ അവൻ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. ജാഷു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവിടെയും ഇവിടെയൊക്കെയാണ് പുരട്ടിയത്. അവസാനം നീ തന്നെ പുരട്ടിക്കോളാൻ പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അവന് പുതയ്ക്കാൻ ടവലും മാറ്റാനുള്ള ഡ്രസ്സും ബ്രഷും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ ഞാനിവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങണമെന്നാണോ നീ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ ജാഷു വേഗം ബെഡ്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ഞാൻ പുറത്തുനിന്ന് തട്ടി വിളിച്ചിട്ടൊന്നും അവൻ തുറക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.